LDF സർക്കാരിനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഏറ്റവും അധികം വലിച്ചിട്ട വകുപ്പാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം. പോലീസ് മേധാവി TP സെൻകുമാറിനെ പുറത്താക്കിയിട്ട് തിരിച്ചെടുക്കേണ്ടി വന്നത് വലിയ നാണക്കേടുണ്ടാക്കി. പല UAPA കേസുകളും വിവാദമായി. ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ വലയിലാക്കിയത് മാത്രമാണ് എടുത്തു പറയാവുന്ന നേട്ടം. പുതിയ പോലീസ് നയം, അത് നടപ്പാക്കാൻ പുതിയ പോലീസ് മേധാവി, അഴിമതി തുടച്ചു നീക്കാൻ വിജിലൻസ് തലപ്പത്ത് ജേക്കബ് തോമസ്. കുന്നോളം പ്രതീക്ഷയോടെയാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ ഭരണം തുടങ്ങിയത്. ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ജിഷ കേസിലെ പ്രതിയെ പിടിച്ച് മിടുക്കും കാട്ടി. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് തൊട്ടതെല്ലാം പിഴച്ചു. 26 UAPA കേസുകളാണ് LDF സർക്കാർ വന്നതിന് ശേഷം ചുമത്തിയത്. ഇതിൽ ഏതാണ്ട് എല്ലാ കേസും വിവാദമായി. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI ആണ്. കീഴുദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയെന്ന് പലവട്ടം തുറന്ന് സമ്മതിക്കേണ്ടി വന്ന പോലീസ് മേധാവിയായി കൂടിയാണ് ലോക്നാഥ് ബെഹ്റയുടെ ഭരണകാലത്തെ ഓർക്കാനാവുക. ചാവറ കേസിലെ UAPA ഇല്ല, അത് പിന്നെ 124 ഉണ്ടോ, അത് നിൽക്കില്ല, എനിക്കറിയാം. ഇറക്കിവിട്ട TP സെൻകുമാറിനെ സ്വീകരിച്ചാനയിച്ച് അതേ സ്ഥാനത്ത് ഇരുത്തേണ്ടി വന്നു പിണറായി വിജയൻ സർക്കാരിന്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ച ജേക്കബ് തോമസിനെ അവധിയിൽ പറഞ്ഞയച്ചതും സർക്കാർ തന്നെ. താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥരുണ്ടാക്കുന്ന തലവേദന കുറയ്ക്കാൻ SI മുതലുള്ളവരുടെ യോഗം ചരിത്രത്തിലാദ്യമായി നേരിട്ട് വിളിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയുടെ നിയമനവും ചർച്ചകളിൽ നിറഞ്ഞുനിന്നു. നേരിട്ട് കണ്ടാൽ പരസ്പരം മുഖം തിരിക്കുന്ന ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വെച്ചാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭരണം. റാഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.